ഈ കാണുന്ന മീനുകളെയൊക്കെ ഞാൻ ഇന്ന് പിടിച്ചതാട്ടോ. ഇതെങ്ങനെയാ പിടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഞാൻ നിങ്ങളുടെ ജിൻസ്കറിയ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാട്ടോ. ഇവിടെ 2 ദിവസം നല്ല മഴയായതുകൊണ്ട് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കുറേ മീനുകൾ കയറിയിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകി പോകുന്നിടത്ത് ഞാൻ കുറേ പുല്ലൊക്കെ വെച്ച് ശരിക്കും അടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം പോവും, പക്ഷേ മീനൊന്നും പുറത്തേക്ക് പോകത്തില്ല കേട്ടോ. ഇവിടുന്നാട്ടോ വെള്ളം ഒഴുകി വരുന്നത്. ഇവിടെ ഞാൻ കുറേ കല്ലും പുല്ലൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. എത്ര നേരം ഇവിടെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. നല്ല ശക്തിയിലാണ് മോളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. കോരുവല ഉപയോഗിച്ചാട്ടോ ഇന്ന് മീൻ പിടിക്കുന്നത്. ഇവിടെ കുറേ മീൻ ഇങ്ങനെ പുറത്തേക്ക് ചാടാ പാകത്തിനൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് ആദ്യം കോരിയെടുക്കാം. ആദ്യം കിട്ടിയത് നമുക്കൊരു പള്ളത്തിക്കുഞ്ഞും പിന്നെ കുറച്ച് പരലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പള്ളത്തിയാണെങ്കിൽ മണലിൻ്റെ അകത്ത് പൂണ്ട് കിടക്കുക. ഇതിനെ നമുക്ക് കരയിൽ ബക്കറ്റിൽ കൊണ്ട് ഇട്ടിട്ട് അടുത്തിന് പിടിക്കാം കേട്ടോ. ആദ്യത്തെ കോരലിന് തന്നെ മീൻ അടിച്ചതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ടായിട്ട് കിട്ടിയേക്കണേ. ഈ പള്ളത്തിയുടെ മേത്ത് നല്ല മുള്ളാട്ടോ ഉള്ളത്. അതിനെ സൂക്ഷിച്ച് പിടിച്ചില്ലേ നമ്മുടെ മേത്ത് കയ്യിലൊക്കെ മുള്ള് കൊള്ളാൻ ചാൻസ് ഉണ്ട്. വെള്ളം വറ്റാത്തതുകൊണ്ട് മീനെ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ മീനിൻ്റെ പുറകെ പോകുമ്പോൾ മീനുള്ള ചപ്പിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി പോവാണ്. പക്ഷേ ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെ. പക്ഷെ പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. വെള്ളം നല്ല ശക്തിക്കായിട്ട് ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്നത്. ആ കെട്ടിൻ്റെ മുകളിൽ കൂടെ നിറഞ്ഞൊഴുകുക ഇപ്പോൾ വെള്ളം. ഈ മീനെയൊക്കെ പിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള കോരുവല പോരട്ടോ. ഈ കോരുവലയൊക്കെ കിട്ടുന്ന ഭാഗ്യം കൊണ്ട് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ കോരുവല മീൻ കിട്ടുമെന്ന് ഉറപ്പാട്ടോ. ഇപ്പം വീണ്ടും നമുക്ക് മീൻ അടിച്ചിരിക്കുകയാണ്. കണ്ടിട്ട് കാര്യമാണെന്ന് തോന്നുന്നു. കാരി കുഞ്ഞാ, 2 പരലും ഉണ്ട്. നമുക്ക് അതിനെ നമ്മുടെ ബക്കറ്റിലേക്ക് മാറ്റാം. കാരിക്കുഞ്ഞാട്ടോ നമുക്ക് കിട്ടിയേക്കണേ. കാരിക്കുഞ്ഞും 2 പരലും ഇട്ടേക്കണേ. ഈ കാരിനെ പിടിക്കാൻ ഇച്ചിരി പേടിക്കണം. കാര്യം പറഞ്ഞ കാരിനെ അറിയില്ലാത്തവർ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കൊത്ത് കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പിടിക്കാൻ. എന്തായാലും കാരിനെ പിടിച്ച് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇല്ലി ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വല്ല മീനുണ്ടോ എന്ന് തപ്പി നോക്കാം. എൻ്റെ ഊഹം തെറ്റിയില്ല കേട്ടോ. ആ ഇല്ലിക്കമ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്കൊരു കാരിക്കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. കാരിക്കുഞ്ഞില്ല, ആദ്യം കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി വലിയ കാരിനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ കെട്ട് കവിഞ്ഞാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. അവിടെ ഫുള്ള് വെള്ളമായിട്ട് ആ കെട്ടിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിയാണ് ഈ വരുന്നത് മൊത്തം. ഇവിടെ കുറേ പരല് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും ഈ വലക്കകത്ത് കിട്ടുമെന്ന് തോന്നണില്ല. എന്നുവെച്ചാൽ ഞാൻ വലയും കൊണ്ട് ചെല്ലുന്തോറും അത് മുകളിലേക്ക് കയറി പോയിക്കൊണ്ട്. ഞാൻ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറുകളായിട്ടോ. ഇനി നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് നല്ല ശക്തിയായിട്ട് വെള്ളം വരുന്നുണ്ട്. താഴത്ത് നല്ലപോലെ വെള്ളമായി. പഴയതുപോലെ തന്നെ നല്ല വെള്ളമായിട്ടുണ്ട്. ഇനി കോരിയാലും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ നമ്മളിന്ന് പിടിച്ച മീനുകളെല്ലാം. ഒരു പള്ളത്തിക്കുഞ്ഞുണ്ട്, 2 കാരിയുണ്ട്, കുറേ പരലിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ. 3 മണിക്കൂർ മീൻപിടുത്തം ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.